എല്ലാവർക്കും നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും നമ്മൾ വന്നിക്കാണ്. മൈൻക്രാഫ്റ്റിന്റെ തന്നെ എത്ര മൂന്നാമത്തെ പാർട്ട്, ഇത് മൂന്നാമത്തെ പാർട്ടല്ലേ? ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്നൊരു ഫാം ഉണ്ടാക്കാൻ പോണേ നമ്മള്. പക്ഷെ നമ്മള് ഫാം കരയിലല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ വെള്ളത്തിലാണ് ഉണ്ടാക്കാൻ പോണത്, മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഡേട്ട് ഇങ്ങനെ വെച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഡേട്ട് അതുവരെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് വെച്ചിട്ട് നമ്മളെ വെള്ളത്തിലൊരു ഫാം ഉണ്ടാക്കുക. അതാണ് നമ്മുടെ പ്ലാന്. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് ഫാം നമ്മൾ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ ഫാമും ഉണ്ടാക്കുക. നമ്മളിപ്പോ തൽക്കാലത്തിന് വീറ്റ് ഫാമാണ് ഉണ്ടാക്കുന്നത്. ആ വെള്ളത്തിലാക്കിയിട്ട് എത്രത്തോളം റെഡി ആവുമെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നോക്കി നോക്കാം നമുക്ക് എത്രത്തോളം അടിപൊളി ആവുന്നു. കഴിഞ്ഞ പാർട്ട് കണ്ടില്ലേ, ഒന്ന് പോയി കണ്ടോക്കാം. ആ കഴിഞ്ഞ പാർട്ടിലാണ് നമ്മൾ ഈ ഒരു വീട് തന്നെ ഉണ്ടാക്കിയത്. ഒരു 2 കുതിരനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു കുതിരനെ പിടിച്ചിട്ടുണ്ട്, അല്ല 2 കുതിര ഉണ്ട്. ഓക്കെ, സോറി. നമുക്ക് ഫാം തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് സീഡ് വേണം. സീഡ് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പുറത്ത് ഫുള്ള് പുല്ലും വെട്ടാം. നമുക്കൊരു ഒരു 20 എണ്ണം ഒന്നില് ഒരു സെറ്റിൽ ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു 5 സെറ്റ്. അതായത് നമുക്ക് 100 സീഡ് എടുക്കാം ഒരാള്. നമ്മള് ഫാം നമ്മള് സംഭവം ഉണ്ടാക്കുമ്പോ ഏറ്റവും വലുതാക്കണം. മാക്സിമം നമുക്ക് എത്ര വലുതാക്കാൻ പറ്റും അത്ര നമ്മൾ വലുതാക്കണം. A few moments later. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 29 ലോഗ് ഉണ്ട്. നമുക്ക് ഇനി പ്ലാങ്ക്സ് ആക്കി എടുക്കണം, കാരണം നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. അതിന് നമുക്ക് വുഡൻ പ്ലാങ്ക്സും വേണം, പിന്നെ ഫെൻസും വേണം. ഫെൻസ് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റിക്ക് വേണം. ഫുള്ള് സാധനങ്ങൾ. ഇതിപ്പോൾ വലിയ ഇടങ്ങളാവുമല്ലോ. എത്ര ബ്ലോക്ക്? ഒരു 10 ബ്ലോക്ക് അകലെ ആക്കിയാൽ മതി. ഒരു മിനിറ്റ്, എത്ര ബ്ലോക്ക് ആയി നോക്കട്ടെ. 1 2 3 4 5, ഒരു 5 എണ്ണം കൂടി മതി. നമ്മളെ ലാക്സ് പൊട്ടുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇടങ്ങറ്. 10 ബ്ലോക്ക് ഇത്ര ഉള്ളൂ. ഇനി കൂട്ടാലേ ഒരു 20 ആക്കാം. ഓക്കെ, ഇത്ര മതി അല്ലേ? കറക്റ്റ്. ഇനി നമുക്ക് ഡേട്ട് വേണം. ഡേട്ട് എൻ്റെ ഒക്കെ ഇല്ലേ ഹാനെ? ഇല്ലേ? ഇനി ഇവിടെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് വുഡ് വെച്ചിട്ടേ ഒന്ന് കണക്ക് കൂട്ടട്ടെ. ഒരു 15 ബ്ലോക്ക് വെക്കണം. 15 അല്ല 14 ബ്ലോക്ക്. ഇതൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് ഒരു എത്ര ബ്ലോക്ക് വെക്ക്? ഒരു 7 ബ്ലോക്ക് വെക്ക്. അപ്പുറത്ത് കിട്ടാ, ഞാൻ ഇങ്ങോട്ട് വെക്കാം. 1 2 3. വുഡ് കഴിഞ്ഞാ കുറച്ച് തരാം ഞാൻ. 1 2 3 4 5 6 7. ഓക്കെ, ഞാൻ എണ്ണം വെച്ചിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മുടെ പരിപാടി തുടങ്ങണത്. ഇവിടെ 2 ബ്ലോക്ക്, ഇവിടെ വിടുക, ഇവിടെ 2 ബ്ലോക്ക്, ഇവിടെ വിടുക, ഇവിടെ 2 ബ്ലോക്ക്, ഇവിടെ വിടുക, ഇവിടെ 2 ബ്ലോക്ക്. അല്ല, ഒരു മിനിറ്റ്, കണക്കൂട്ടലൊക്കെ തെറ്റോന്ന് ഡൗട്ട്. 1 2 3 4 5. കണക്കൂട്ടൽ ചെറുതായിട്ടൊന്ന് തെറ്റി. 8 എണ്ണം വെച്ച് വെക്കണം. 8 എണ്ണം വെച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഒന്ന് കുറക്കുക, അവിടുന്ന് ഒന്ന് കുറക്കുക. ഇനി ഒന്നുകൂടി കണക്ക് കൂട്ടി നോക്ക്. നമുക്ക് കറക്റ്റ് 5 ഇതാ വെക്കണ്ടേ, മനസ്സിലായ? 1 2 3 4 5. ഇത് മതി. മനസ്സിലാവുന്നില്ല. എടേ, ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇജ് ഇവിടെ മുതൽ ഇങ്ങോട്ട് വെച്ച് പോയിക്കും. ഒരു 10 ബ്ലോക്ക് കണ്ട ഞാൻ വെച്ചിക്കണ്ട. അവിടെ മുതൽ ഇജ് വെക്കുക തൽക്കാലത്തിന്. ഇതിപ്പോ വലിയ സംഭവം ഒന്നല്ല. എടാ, ഈ വൃത്തിയട്ടന്മാരെ കൊണ്ട് ഇതാണ് പ്രശ്നം. എടാ, ബാക്കിന് മറ്റേ സോംബി ഉണ്ട് കേട്ടോ, അതിനൊന്ന് അടിച്ചു പോന്നേ. മറ്റേ മെയിൻ സാധനം ഉണ്ടാക്കിയാ ഹോയ്. അത് ഉണ്ടാക്കൊരു മിനിറ്റ്. ഇപ്പോഴല്ല, നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക് ഇടാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്യാം. ഒരു ബ്ലോക്ക് ഇട്ടിട്ട് അപ്പുറത്ത് ചെയ്തോ, ഞാൻ ഇവിടെ ചെയ്യാം. ഒറ്റ ബ്ലോക്ക് മാത്രം ഇവിടെ. ഇതൊരു കാണാൻ തന്നെ ഒരു രസമില്ലാത്ത മാതിരി. എനിക്കൊന്ന് പോകണോ? ചാവലട്ട അതിന്റെ അടി കൊണ്ടിട്ട്. മറ്റേ ഇത് ചത്ത്. ഇപ്പൊ ഫുൾ ആർമറൊക്കെ ഇട്ട് പേരും ഇത് നമ്മളേക്കലും ഉണ്ട് കേട്ടോ. എന്തേ പക്ഷെ മണ്ടര അത് ഉപയോഗിക്കാൻ അറിയില്ല. കാണിച്ചാ, ഞാൻ അടുത്ത് പോയി തരാം. കണ്ടാ, ഓന് തലച്ചോറില്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്തായാലും ബാക്കി പണിക്ക് പോവാ. നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത്?
ഇനി ഒരു ലെയർ കൂടി നമുക്ക് വെക്കാണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞ്. അടിച്ച് ഡേറ്റ് വെക്ക്. ഞാൻ സീഡ് വെക്കാം, ഇജ്ജ് അപ്പുറത്ത് ഡേറ്റ് സെറ്റാക്ക്. ഇവിടെ ഒരു ലെയർ കൂടി ഡേറ്റ് വെക്കാണ്ട്. ഇജ്ജ് എവിടെ? ആ ഞാൻ ഇവിടെ സെറ്റാക്കട്ടെ. അപ്പം നമ്മളെന്തായാലും എത്ര 1 2 3 4 5 ലെയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 5 20 സീഡ് വീതം നമ്മൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കണം. അതിന് ഞാൻ വെച്ചാൽ വുഡ് എടുക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ വുഡ് എടുക്കൽ കഴിഞ്ഞില്ലേ? 5 വേഗമായി വന്നിട്ട് ഫ്രെയിം നമുക്ക് സെറ്റാക്കാം. അതുകൂടി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി ഓൾമോസ്റ്റ് തീർന്നു. ഇവിടെ 2 വിട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൊടുത്തോ നമുക്ക് 2 ആൾക്ക് ഒരുമിച്ച് വെക്കാം, അതാവുമ്പോൾ പെട്ടെന്ന് പണിയുണ്ട് തീരും. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുറ്റൊരു ഫ്രെയിം ഉണ്ടാക്കുക, മനസ്സിലായില്ലേ? ലോഗ് വെച്ചിട്ടല്ല, അത് പ്ലാങ്ക്സ് ആക്കിയിട്ട് വെക്ക്. അതിങ്ങനെ കണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ ഫ്രെയിമിൻ്റെ ഒരു ലെയർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ബ്ലോക്സ് അത്യാവശ്യം ബാക്കിയുണ്ട്, നമുക്ക് ഒരു ലെയർ കൂടി വെക്കാം കേട്ടോ. അത് കുഴപ്പമില്ല, അതിപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു സ്റ്റാക്ക് ഇനിയും ബാക്കിയുണ്ടാ? നമുക്ക് ഒരു ലെയർ കൂടി ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു ലെയർ ഫ്രെയിം കൂടി ഇങ്ങനെ ഉണ്ടാക്കാം, കുറച്ചുകൂടി സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പണി എന്തായാലും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാം. പിന്നെ നമുക്കിത് പൊട്ടിച്ചിട്ടേ ഇപ്പുറത്തേക്ക് തന്നെ വെക്കാം അല്ലേ? നമുക്ക് ഈ ഫാമിനൊന്ന് ഷേപ്പാക്കി എടുക്കണം. ആ ഷേപ്പ് ആക്കൽ കൂടി സെറ്റാക്കാം. ഇത് പൊട്ടിച്ചോ, ഈ സീഡ് എടുക്കുക, എന്നിട്ട് ഈ ഡേട്ട് പൊട്ടിക്കുക. ഫുള്ള് പൊട്ടിക്കണ്ട, ഇവിടെ സീഡ് വെക്ക്. ഈ ഭാഗം കണ്ട, ഞാനിപ്പോൾ ഈ സീഡ് വെച്ച ഭാഗം കണ്ട, ഈ ഏറ്റവും അറ്റത്തുള്ള ഭാഗം മാത്രം പൊട്ടിച്ചാൽ മതി. അത് പൊട്ടിക്കും, എന്നിട്ട് ആ ഭാഗം എടുത്തിട്ട് ഇപ്പുറത്ത് വെക്കാം. ഞാൻ കുറച്ച് പൊട്ടിക്കാം. എന്ത് ഈ സംഭവേ? അപ്പൊ ഇവിടെ എന്താ കാട്ടുക? അവിടെ സീഡ് വെച്ചോ ജി, എന്നിട്ട് നമുക്ക് പോവാ. സോറി. ഫുള്ള് സെറ്റ് ഓൾ ക്ലിയർ. നമ്മുടെ പണി കഴിഞ്ഞില്ലേ? സ്കെലേറ്റന്, ക്രീപ്പർ, സോംബി, സ്പൈഡർ, സ്കെലേറ്റന്. ഇപ്പൊ തന്നെ കുഴിയിൽ വീണിന്ന്. ഡോർ അടച്ചിട്ട് പോടാ വൃത്തിയായിട്ടോനെ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ രാവിലെ ആവട്ടെ. പെർഫെക്റ്റ്. അപ്പം നമ്മുടെ ഈ വീഡിയോത്തെ ഡേ 3 അല്ലേ ഇത്? ഓക്കെ, അപ്പോൾ ഡേ 3 ആയിട്ടുണ്ട്. നമുക്ക് വേഗം അടിക്ക് പോയിട്ടേ ബാക്കി പണി കൂടി തീർക്കാം. ബക്കറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. അജി ഉണ്ടാക്കൂലേ? ഓക്കെ, ഒന്നുണ്ടാക്കിയാൽ മതി. അത് 2 ഉണ്ടാക്കിക്കോ. അതിലേക്കുള്ള കുറച്ച് വുഡ് തട്ടിക്ക. വുഡ് വാട്ടർ ബക്കറ്റ് അവിടെ ഉണ്ടല്ലോ, വെള്ളം എടുക്കാം. വുഡ് അവിടെ ഇങ്ങനെ വെക്കാണ്ട് കണ്ട, അവിടെ കണ്ട കുറച്ച് ഫില്ലാക്കാൻ. അത് ഫില്ലാക്കി. അപ്പുറ സൈഡിൽ ഫുള്ള് വെള്ളം ഫില്ലാക്കിയാ. എന്തായി, സെറ്റായില്ലേ? നമുക്ക് വെള്ളത്തിന് പിന്നെ കുറവൊന്നുമില്ലാത്തോണ്ട് പ്രശ്നമില്ല. അത് കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാം. നമ്മൾ പണി ഫുള്ള് തീർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഇപ്പം നമ്മുടെ ഫാമിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നമ്മൾ വെള്ളത്തിൽ വെറുതെ ഒന്നും ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് തോന്നി കര ഉണ്ടാക്കണതിനേക്കാളും ഒന്നുകൂടി നല്ല വെള്ളത്തിൽ ഉണ്ടാക്കണതാണെന്ന്. കാരണം അടിയിൽ നിന്ന് വെള്ളം കിട്ടും, എല്ലാ ഭാഗത്തുനിന്ന് വെള്ളവും കിട്ടും. മാത്രം ഈ സാധനം പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി വേറെ ഇതിൽ വല്ല ക്യാരറ്റ് ഫാമോ പൊട്ടാറ്റോ ഫാമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കണമല്ലോ. അത്രയുള്ളൂ, നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. സോ ഈ ഒരു നമ്മൾ തൽക്കാലത്തിന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാൻ പോവുകയാണ്. ഇതിൻ്റെ വിളവെടുപ്പൊക്കെ നമുക്ക് അടുത്ത പാർട്ടിലാവാം. സോ അടുത്ത വീഡിയോ കാണാൻ ഇറ്റ്സ് മീ യൂസ് ആൻഡ് സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.